നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്പ ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യ പാദത്തിൽ സ്വന്തം മൈതാനത്തിൽ ലിവർപൂളിനെ ഞെട്ടിക്കുന്ന തോൽവി. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് അവരിപ്പോ അറ്റ്ലാന്റയോട് പരാജയപ്പെട്ടിരിക്കുന്നത്. ആൻഫീൽഡിൽ ഒരു വമ്പൻ തോൽവി അവർ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നർത്ഥം. സ്കമാക്കയുടെ ഇരട്ട ഗോളുകളും പെസാലിച്ചിന്റെ ഗോളുമാണ് 3-0 വിജയം അറ്റ്ലാന്റയ്ക്ക് സമ്മാനിച്ചത്. മത്സരത്തിൽ ലിവർപൂളിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ല് എലിയറ്റ്, ന്യൂനസ്, ഗാക്പോ എന്നിവരാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് സ്കമാക്ക അറ്റ്ലാന്റയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. അദ്ദേഹം തന്നെയാണ് 38-ാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. തുടർന്ന് രണ്ടാം പകുതിയിൽ 60-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം രണ്ടാമത്തെ ഗോളും കണ്ടെത്തി. 83-ാമത്തെ മിനിറ്റിൽ പെസാലിച്ചിന്റെ ഗോൾ കൂടി വന്നതോടെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ വിജയമാണ് ഇപ്പോൾ അറ്റ്ലാന്റ നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ലിവർപൂളിന്റെ പരിശീലകനായിട്ട് യെർഗൻ ക്ലോപ്പ് യൂറോപ്യൻ കോമ്പറ്റീഷനുകളിൽ, അതായത് യൂറോപ്പ ലീഗിലോ യുവഫ ചാമ്പ്യൻസ് ലീഗിലോ ആയിട്ട് 43 ഹോം മത്സരങ്ങളിൽ ലിവർപൂളിനെ കളിക്കളത്തിലേക്ക് വിട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ 5ാമത്തെ മാത്രം തോൽവിയാണിത്. നേരത്തെ അത്ലറ്റിക്കോയോട് 2-3 തോറ്റു, അറ്റ്ലാന്റയോട് 2-0 തോറ്റിരുന്നു, ഇന്റർ മിലാനോട് ഏകപക്ഷീയമായ 1 ഗോളിന് തോറ്റിരുന്നു, റയൽ മാഡ്രിഡിനോട് 2-5 തോറ്റിരുന്നു. ഇപ്പോഴിതാ അറ്റ്ലാന്റയോട് 3-0 സ്വന്തം മൈതാനത്ത് തോൽക്കുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 തവണ തോൽപ്പിച്ച പരിശീലകൻ ജിയാൻ പിയറോ ഗാസ്പെരീനിയാണ്. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ 3-0 തോൽവി എന്ന് പറയുന്നത് ലിവർപൂളിന്റെ ഒരു മേജർ യൂറോപ്യൻ കോമ്പറ്റീഷനിലെ ഒരു വലിയ പരാജയമാണ്. ഇതിനു മുമ്പ് അവർ 2014 5-2 3-0, ഇതിനു മുമ്പ് അവർ 2014 ഒക്ടോബറിൽ 3-0 2023 ഫെബ്രുവരിയിൽ 5-2 തോറ്റിട്ടുണ്ടായിരുന്നു. അത് രണ്ടും റയൽ മാഡ്രിഡിനോടായിരുന്നു. ഇപ്പോഴിതാ അതേ ഒരു മാർജിൻ, 3 ഗോളുകളുടെ മാർജിന് ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുകയാണ് സ്വന്തം മൈതാനത്ത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.